നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കളിയും ചിരിയും നടത്താൻ ഇവൾക്കാരാ ഇവിടുത്തെ പരിചയക്കാര്? നേരിട്ട് എത്ര ശ്രമിച്ചിട്ടും അവളുടെ രഹസ്യം പൊളിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഈ നാടകം അങ്ങനെ പെട്ടെന്ന് അവസാനിക്കില്ല വിഷ്ണുട്ടാ. നിങ്ങളുടെ നായികയിലെ ആ കളക്ടർ കൊച്ചമ്മ, അവളടിച്ച അടിയുടെ വേദന ഇപ്പോഴും ഉണ്ട് എന്റെ ഈ കവിളത്ത്. അതിന് അവൾക്കുള്ള മറുപടി ഞാൻ കൊടുക്കാൻ പോകുന്നത് കവിളത്തല്ല, നെഞ്ചിനുള്ളിലാ. പെടയ്ക്കണോ അവള്? അത് നേരിട്ട് കണ്ടിട്ടേ ഞാൻ ഈ നാടകത്തിന് കർട്ടനിടാൻ സമ്മതിക്കൂ. ഞാൻ കാർത്തികയാ. മനസ്സ് നൊന്താ കത്തിച്ചിട്ടേ ഞാൻ അവസാനിപ്പിക്കൂ, കത്തിച്ച് ചാമ്പലാക്കിയിട്ട്. നിനക്കിനി നിൽക്കാനുള്ള ഏക സ്ഥലം ഇപ്പൊ നിൽക്കുന്ന ആ സത്യാമ്മയുടെ വീട് തന്നെയാ. എടി കൊച്ചെ, ഈ അഭിനയവും ജീവിതവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വിഷ്ണുവിന്റെ ജീവിതത്തിലേക്ക് നീ അങ്ങ് ഇടിച്ചു കയറാൻ പോകുന്നു. ഹലോ, ഞാൻ കാർത്തികയാ. എന്റേതൊരു മോശം ഫോണൊന്നുമല്ല. നീ കാർത്തികയാണെന്നൊക്കെ ഇതിനകത്ത് എഴുതി വരും. ഇപ്പൊ വിളിച്ച കാര്യം പറ. പുതിയതായിട്ട് പ്രശ്നം വല്ലതും ഉണ്ടോ അവിടെ? പുതിയ പ്രശ്നം വിഷ്ണുവേട്ടനാ. ആളിന്റെ ആറ്റിറ്റ്യൂഡിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നു തുടങ്ങി. ആണോ? അതെന്താ ഇപ്പൊ അങ്ങനെ? നീ കാര്യം എന്താണെന്ന് വിശദമായിട്ട് പറയ് കാർത്തികേ. ഇതിപ്പോ നീ പറഞ്ഞത് കേൾക്കുമ്പോ വിഷ്ണുവിന്റെ റിയാക്ഷൻ സാധാരണയാണെന്ന് എനിക്ക് തോന്നുന്നേ. അയാൾക്ക് അവളോടൊപ്പം ചിലവഴിക്കാൻ കിട്ടിയ ഒരു അവസരം നീയായിട്ട് നശിപ്പിച്ചില്ലേ? അതിന്റെ ഒരു ഫ്രസ്ട്രേഷൻ നിന്നോട് കാണിച്ചു, അത്ര തന്നെ. എനിക്കും അത് തോന്നുന്നുണ്ട്. പക്ഷേ പെട്ടെന്നൊരു ചേഞ്ച് ഓവർ വന്നപ്പോ ഞാനൊന്ന് കൺഫ്യൂഷനായി. നീ എന്തായാലും വിളിച്ചത് നന്നായി. ഒന്ന് മാത്രം ശ്രദ്ധിച്ചാ മതി, ഒരവസരത്തിലും ഓവർ റിയാക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. അതിന്റെ റിസൾട്ട് ചിലപ്പോ നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കണമെന്നില്ല. തൽക്കാലം ചെറിയ തട്ടലും മുട്ടലും ഒന്നും വകവയ്ക്കാതെ ജസ്റ്റ് പ്രൊസീഡ്. ബാക്കി നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. എന്താ? ഇപ്പൊ നീ ഫോൺ വെച്ചോ. നീ രഹസ്യമായിട്ട് ഫോൺ വിളിക്കുന്നത് മറ്റാരും ഇനി കാണണ്ട. അല്ലെങ്കിൽ തന്നെ ആ കളക്ടർ രാക്ഷസിക്ക് കണ്ണും കാതും ഒക്കെ കുറച്ച് കൂടുതലാ. നീ ഫോൺ വെച്ചോ. കളക്ടർ രാക്ഷസി, ആ പേര് കൊള്ളാം. ശാലിനിക്ക് പറ്റിയ പേര്. കളിയും ചിരിയും നടത്താൻ ഇവൾക്കാരാ ഇവിടുത്തെ പരിചയക്കാര്? നേരിട്ട് എത്ര ശ്രമിച്ചിട്ടും അവളുടെ രഹസ്യം പൊളിക്കാൻ കഴിയുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്താ ഒരു വഴി?
പറഞ്ഞോളൂ മാഡം. ആ, ഞാൻ ഫോണിലേക്ക് ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്. ആ കാർത്തിക, വിഷ്ണുവേട്ടൻ വിവാഹം കഴിച്ചു എന്ന് പറയുന്ന പെൺകുട്ടി. ഞാൻ നോക്കട്ടെ മാഡം. ഉം. ഒരു 100 കള്ളങ്ങളും കൊണ്ട് അവളിപ്പോ സത്യാമ്മയ്ക്കൊപ്പം കൂടിയിരിക്കുന്ന ഫുൾ ബാക്ക്ഗ്രൗണ്ടും മറച്ചു വെച്ചുകൊണ്ട്. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കട്ടെ മാഡം. ഉം. ഹലോ, ആ പറഞ്ഞു അനു. ഓ, ഇതാണല്ലേ കാർത്തിക. മാഡം പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ എനിക്കറിയാം. ഞാൻ എന്താ മാഡം ചെയ്യേണ്ടത്? ഇവൾ ഇവിടെ പറഞ്ഞിരിക്കുന്നതൊക്കെ ഒരിക്കലും വിശ്വസിക്കാനാവാത്ത കഥകളാ. ഒരു പെണ്ണിന് സിമ്പതി കിട്ടാൻ പറ്റുന്ന സ്ഥിരം ക്ലീശേ സാധനങ്ങൾ നിറച്ച ഒരു മസാല കഥ. അനാഥാലയത്തിലാണ് ജനനം, അച്ഛനും അമ്മയും ഇല്ല. അങ്ങനെ സെന്റിമെന്റൽ ആയിട്ടുള്ള കുറെ വാക്കുകൾ കൂട്ടിച്ചേർത്തുള്ള കേൾക്കുന്നവരുടെ ചങ്ക് തകർന്നു പോകുന്ന തരത്തിലുള്ള വിവരണവും. എന്നെ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്ന സത്യാമ്മയ്ക്ക് കിട്ടിയ തുറുപ്പ് ചീട്ട്. സത്യത്തിൽ അതാണ് കാർത്തിക. അനു ചെയ്യേണ്ടത് ഇതാണ്. ഇവള് പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോന്ന് നമുക്കറിയണം. അതിന് വേണ്ടത് എന്താണോ അതൊക്കെ ചെയ്യണം. അനാഥാലയങ്ങളിലും ആശ്രമങ്ങളിലും ഒരു അന്വേഷണം നടത്തണം. പിന്നെ ഇവളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഒന്ന് തിരയണം. ഒരുപക്ഷെ അതിൽ നിന്നും സൂചന കിട്ടിയേക്കാം. പിന്നെ ഒരു കുടുംബത്തെ മുഴുവൻ കബളിപ്പിച്ച് ഇവിടെ കയറിപ്പറ്റിയ പാർട്ടിയാ. ഇവളെക്കുറിച്ചുള്ള അന്വേഷണത്തിനും ആ ഒരു രഹസ്യ സ്വഭാവം ഉണ്ടാവണം. ഇല്ലെങ്കിൽ അവള് കളി മാറ്റിപ്പിടിക്കും. എനിക്ക് മനസ്സിലായി മാഡം, ഞാനത് ശ്രദ്ധിച്ചോളാം. എങ്കിൽ എത്രയും പെട്ടെന്ന് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ മാഡം. ശരി. എല്ലാരും പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.